എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചെറിയൊന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്രൂട്ട് നിൽക്കുന്നുണ്ടോ. ഇതൊന്നും നമ്മുടെ ചെറിയൊന്നും അല്ല, പക്ഷേ ഇത് റഫിൾ പാൻ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ പേര്. ഞാൻ ഇതിനെ പനാന്ന് വിളിക്കും, നിങ്ങൾക്ക് എന്ത് വേണോ വിളിക്കാം കേട്ടോ. നമുക്ക് പായിൽ കൊള്ളുന്ന പേര് പറഞ്ഞാൽ മതി. അടയ്ക്കാ മരത്തിലൊക്കെ നമ്മുടെ ഈ പാക്കൊക്കെ നിൽക്കുന്നുണ്ടിട്ടില്ല കൂട്ടത്തോടെ, അതിനെക്കാട്ടിയും ഒരു ഭംഗിയില്ലാണ് കേട്ടോ. ഇതിന് വല്ല കൊച്ചു പാക്കാണെന്ന് അറിയത്തില്ല, കാരണം ഇതൊരു കുഞ്ഞു പനയല്ലേ. അപ്പോൾ പിന്നെ അതറിയത്തില്ല, പക്ഷെ എന്തായാലും അടാറ് ഭംഗിയാണ്. ഇത് ഇത്രയും കായ്ക്കുന്ന വസ്തുതയും കേട്ടോ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എന്താണ് ഇത് ഇങ്ങനെ ഒരു വർഷത്തിലൊരു ചെറിയൊരു ഇത് വരും, അത് പച്ച കളറായിരിക്കും, പിന്നെ പയ്യെ പഴുത്തു തുടങ്ങും. പക്ഷെ ഇത്രയും അധികം ഇങ്ങനെ കായ്ക്കുന്നത് ഈ ഒരു ടൈമാണ്. പക്ഷെ കൊള്ളാം, നല്ല ഭംഗി. ഇൻഡോർ പ്ലാന്റ് ആണ്, പക്ഷേ ഇതിവിടെ പുറത്താണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വന്ന് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയായിട്ട് വന്ന്. പിന്നെ ഇത് നമുക്ക് ചട്ടിയിൽ വെച്ച് ഇതിൻ്റെ വളർച്ച ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് വളർത്താം. പക്ഷെ ഇതൊരു അത്യാവശ്യം പൊക്കത്തിൽ പോയിട്ടുണ്ട്. നല്ല കണ്ടോ, ഒരു വീശറി പോലെ ഇങ്ങനെ അടിഭാഗമൊക്കെ നല്ല ഭംഗിയാണ്. ഒരു വീശറി പോലെ കണ്ടോ, ഒരു പനയുടെ ഒരു വേരിയൻ്റാണിത്. ഡെക്കറേറ്റീവ് ഒരു പ്ലാന്റ്സിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാം. മഴ നനയില്ല, ഒരു ഷീറ്റ് പോലെ ഉണ്ടോ, ഒരു കണ്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓല മേഞ്ഞ വീടിൻ്റെ വൈബല്ലേ, കണ്ടോ. കാരണം അത്രയ്ക്ക് നമുക്ക് മഴയൊക്കെ നനയാതെ സേഫായിട്ടൊക്കെ നടത്താം. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കാൻ ഭയങ്കര ഭംഗിയാണ്. ഇതൊന്നും അല്ല ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട്, ഈ ഫ്രൂട്ട്സാണ് ഇതിൽ. അയ്യോ എന്നാ ഭംഗിയെന്നറിയാവോ, ഭയങ്കര ഭംഗിയാണിത്. നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സുന്ദരീനെ പറ്റിയിട്ട് എല്ലാവരും അറിയട്ടെ. ഇതിന് എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ആദ്യം പച്ചയായിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ ഇത്രയും ഭംഗി തോന്നിയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ റെഡ് ആകുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, കണ്ടോ. ഈ വിത്ത് വഴി പ്രൊപ്പഗേഷൻ നടക്കുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക. പക്ഷെ ഇത് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. നിങ്ങളിത് വെർത്തായിരിക്കും, ഇത് ഒരെണ്ണം വീട്ടിൽ വെച്ച് കഴിഞ്ഞാലേ കുറച്ച് വെർത്തായിരിക്കും. അത്രയും ഭംഗിയുള്ള ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഭംഗിയാണ് ഞാൻ ഡിമാൻഡ് ചെയ്യുള്ളൂ. കാരണം ഇതാണ് ഭംഗി. പിന്നെ അത്യാവശ്യം ഇലയ്ക്ക് ഭംഗിയുണ്ട്, നമ്മൾ വെറുതെ ഇല ഒറ്റപ്പെടുത്തണ്ട, ഇലയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഈ ലീഫി പ്ലാന്റ്സ് മാത്രം വെക്കുന്ന ടൈപ്പ് ആൾക്കാർക്ക് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇത് ഇത്രയും വളരാതെയൊക്കെ നമുക്ക് ചട്ടിയിൽ നിർത്തി ഇതിൻ്റെ വളർച്ചേനെ റെഗുലേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗിയാണ് കാണണം, ഈ ഒരു ഭംഗിയുള്ളൊരു തന്നെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് നിലത്തുകൊണ്ട് വെക്കുക. ഒരു പന പോലെ അത് വളർന്നോളും. ഇത് ഏറെക്കുറെ നല്ല വർഷമായിട്ടുണ്ട്, എന്നിരുന്നാലും ഇത്രയൊക്കെ തന്നെയാണ് പൊക്കം വെച്ചിട്ടുള്ളത്. ഇനി വെക്കുമോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവിൽ ഇത്രയും പൊക്കമേ ഇതിനുള്ളൂ. പയ്യെ വളരുന്നതാണ്, നമുക്കറിയാമല്ലോ. ഈ തെങ്ങും പനയും കവുങ്ങൊന്നും ഭയങ്കര ഫാസ്റ്റിൽ വളരുന്ന ചെടികളല്ല. അപ്പം ഇത് നിങ്ങൾക്ക് ശല്യമൊന്നും ഇല്ലാത്തൊരിടത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഇതിന് നിൽക്കാൻ പറ്റും കേട്ടോ. അടിയിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഈ ഷീറ്റിട്ട വീട്ടിലൊക്കെ നിന്ന പോലത്തെ ഒരു വൈബാണ്. അതുപോലെ സൗണ്ടാണ് വെള്ളം വീഴുമ്പോൾ, മനസ്സിലായോ. ആക്ച്വലി എനിക്കിത് കണ്ടിട്ട് ആ ഒരു സൗന്ദര്യം ഒപ്പിത്തീരാൻ പറ്റുന്നില്ല എന്നുള്ളൊരിതാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല കാഴ്ച കിടക്കായിരുന്നു, സാധാരണ രീതിയിൽ ഇത്രയും കായ്ക്കുന്നതല്ല. ഇതിപ്പോൾ നല്ല കായ്ച്ച റെഡ് കളറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഉണ്ടോ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും, മഴത്തുള്ളി വീഴുന്നതിൻ്റെ സൗണ്ടാണ് അതിൽ കേട്ടോ. ഭംഗിയുണ്ടോ, ഭംഗി. ഇതൊരെണ്ണം നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വർത്താണ്. കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും ഇതുപോലെ ഭംഗിയുള്ള ഫ്രൂട്ട്സ് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങൾ ഇതൊന്നും പറക്കി എടുത്ത് വയലിടാതെ നോക്കിക്കോണം കേട്ടോ. കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ളവർ പ്രത്യേകം കെയർ വേണം. നമ്മുടെ ഏത് ചെടികളായാലും എന്ത് ചെടികളായാലും കുഞ്ഞുങ്ങൾ ഇതിൻ്റെ വായിലൊന്നും ഇത് പോകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാണ്ട് ഭംഗിക്ക് നമുക്ക് അത്യാവശ്യം വളർന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞുങ്ങളുടെ അടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ കണ്ട് അട്രാക്റ്റീവായിട്ട് അവരതിനെയൊക്കെ എടുത്ത് വായിലിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്തോണം. അല്ലാണ്ട് ഇത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു അടുത്ത വീഡിയോയിലേക്ക് കാണും വരയ്ക്കും വണക്കം, ബൈ ബൈ, ടേക്ക് കെയർ.